തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷൻ ഉണ്ടല്ലോ, അതിന് പോകുന്ന ഒരു കഥ എന്ന കഥയാണ് കാണിക്കാൻ പോകുന്നത്. മുകളിൽ നിൽക്കുന്ന മുതൽ ഓംകാര, രണ്ടാമത്തത് എന്റെ രണ്ടാമത്തെ മുതൽ. ഈ രണ്ട് കൈ പിടിച്ച് പോകുന്നത് രണ്ടും മുത്തട്ടാതി ജാതകരാണ്. ഒന്ന് തമ്പുരു, ഒന്ന് യാദവ് ദേവ. പിന്നെ ഈ വരുന്ന എന്റെ നാത്തുവിനാണ്, എന്റെ ടിട്ടുവിന്റെ വൈഫാ. ഞങ്ങൾ കുടുംബമായിട്ട്, പിന്നെ ഇപ്പുറത്തേക്കുന്ന എന്റെ കേട്ടിയവനാണ് ഉണ്ണിയേട്ടൻ. ഞങ്ങൾ കുടുംബമായിട്ട് എക്സിബിഷൻ കാണാൻ പോകുന്ന തിരക്കിലാണ്. നമ്മുടെ കൂട്ടാള ബസ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ ബസ്, സെന്റർ ബസ്, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സോ അത് വന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കയറിയിട്ട് എന്റെ കുട്ടി പിന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാത്തതുകൊണ്ട് മറ്റേ ചാടിക്കടിക്കുന്ന കുട്ടിരാമ, ആടിക്കളിക്കുന്ന കുട്ടിരാമയായിരുന്നു. എവിടെ ഇരിക്കണം എന്നറിയില്ല. പിന്നെ പുത്തന്റെ ഫോൺ കണ്ട മറ്റേ ഭയങ്കര ഇഷ്ടമാണ്, ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ്. ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ ക്യാമറ വിളിക്ക് ഓടുമായിരുന്നു. നല്ല ഇഷ്ടമാണ്. പിന്നെ അച്ഛനെല്ലാം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ പറഞ്ഞേനെ. തമ്പുരു, ഓംകാര, ദെൻ യജുർവാ, ശങ്കരി, ഈ മൂന്നെണ്ണം, 3 പെൺപടയാണ് ഇരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഒരു വലിയ പട ഇരിക്കുന്നുണ്ട്, രേഷ്മ PC. ഇതാണ് ഞാനാണ്. ഇതാണ് എക്സിബിഷന്റെ ഫ്രണ്ട് ഭാഗം. തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വലിയ മറ്റേ എന്താ പറയുക, വലിയ മാറ്റമൊന്നുമില്ല. കൈമ തോളത്ത് കൈയിട്ടിട്ട് പോണ 2 മഹാത്മാക്കളാണ്, അപ്പു ആൻഡ് ദേവ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇതിൽ ഈ നട്ട്സും ചോക്ലേറ്റും, വൈറ്റ് ചോക്ലേറ്റ്, അതൊക്കെ കൂടി മിക്സ് ചെയ്ത സാധനം കേട്ടോ. പിന്നെ കുറെ മീനിന്റെ ഒരു ഫിഷ് ഏരിയയുടെ ഒരു ഭാഗം ഉണ്ട്. ഞങ്ങൾ കയറിയില്ല, നല്ല പൈസ ഇരുന്ന് കയറിയില്ല. പിന്നെ ഞങ്ങള് സമാധാനത്തിന് മറ്റേ ചില്ലി ഗോപിയും പിന്നെ മറ്റേ മുളക് കൊഞ്ചി കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ മറ്റേ യന്ത്രൂഞ്ഞാൽ എന്തായാലും പറയാ ജൈൻവില്, അതിൽ കയറി ഇത്തിരി ആശ്വാസമൊക്കെ ഇത് ഞാൻ വിട്ട് നോക്കുക. എന്റെ പൊന്നെ കൊല്ലാൻ കൊണ്ടുപോകണം നോക്കിയിട്ട്. ദേവയ്ക്ക് പിന്നെ ഇതൊന്നും പുത്തിരിയല്ല. ഇതൊക്കെ എന്ത് എന്നുള്ള ധാഷ്ട്യത്തിലാണ് അവനിരിക്കുന്നത്. മോള് പോയിട്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്തിരി നെഞ്ചുവനൊക്കെ ഉണ്ടെങ്കിലും ആളത് അഡ്ജസ്റ്റ് ചെയ്യും, അത് വേറൊരു കാര്യം. പിന്നെ ചാട്ടം തുള്ളലായിരുന്നു. മേലെനങ്ങാതെ ഇങ്ങനെ പണിയെടുക്കാം എന്നുള്ള പണിയിരിക്കുകയാണ് എന്റെ ദേവ. മൂപ്പര് മറ്റേ ഈ പത്മനാഭസ്വാമിക്ഷൊക്കെ കിടക്കുന്ന പോലെ നീണ്ടു നിവർന്ന് കിടക്കുക, ബാക്കി എല്ലാവരും ചാടി തിമർക്ക്. പിന്നെ ഞങ്ങളോട് തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങളൊരു ആനനെ കണ്ടു. ദേവ കെട്ടിപ്പിടിച്ച് ആനയ്ക്ക് ഉമ്മ കൊടുക്കുമായിരുന്നു. കൊക്കുമ്മയും കൊമ്പുമ്മയും എല്ലായിടത്തും ഉമ്മ കൊടുക്കുന്നുണ്ട്. പിന്നെ തിരിച്ച് ഞങ്ങൾ വടക്കേ സ്റ്റാൻഡ് എത്തി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ എത്രയുള്ള ബൈ.